ഹായ് ഫ്രണ്ട്സ്, ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബ്രീഡിംഗ് സെറ്റുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി റിസൾട്ടുള്ള ഒരു 13+ഉം 15+ഉം ഒക്കെ പറക്കാൻ കഴിവുള്ള ബ്രീഡിംഗ് സെറ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മളൊരു കുഞ്ഞുങ്ങൾ സ്റ്റോക്കില്ല. ഇപ്പം ബ്രീഡിംഗ് ഒക്കെ ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈമാണ്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്രീഡിംഗ് ഒക്കെ ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് നമ്മളടുത്ത് ഒരു കുഞ്ഞു പോലും നിലവിൽ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രീഡിംഗ് സെറ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ജാക്കിപ്പുള്ളിയിലും അതുപോലെ ശൈലിയിലും ഒക്കെ നല്ല അടിപൊളി ബ്രീഡിംഗ് സെറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ടോക്കൺ ഗ്രൂപ്പുണ്ട്. ടോക്കൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ടോക്കൺ റേറ്റ് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് നേരെ ബേഡ്സിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ബ്രീഡിംഗ് പെയർ. ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ചാമ്പ പുള്ളിയാണ് മെയിൽ, അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലാണ്. സബ്ജ തലയപ്പുള്ളി റക്കുള്ള ഫീമെയിലാണ്, കലങ്ക കണ്ണിലാണ് ഫീമെയിൽ. നല്ല ക്വാളിറ്റി ബ്രീഡിംഗ് സെറ്റാണ്. കുഞ്ഞന്മാരൊക്കെ ഒരു 14 മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറന്നിരിക്കും. ഇനി അഥവാ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയാണ് തരുന്നത്. നിങ്ങൾക്ക് പ്രായം റിട്ടേൺ തരാം. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. ഇതിൽ ആ ഒരു കയറ മെയിലും അതുപോലെ തന്നെ സബ്ജ ഫീമെയിലുമാണ്. നല്ല രീതിക്ക് നല്ല റിസൾട്ട് വെച്ച് പറന്ന 2 പ്രാവുകളാണിത്. ഇതിൻ്റെ കുഞ്ഞന്മാരും അത്യാവശ്യം നല്ല രീതിക്ക് പറക്കുന്നുണ്ട്. ഒരു 13+ ഒക്കെ ഇതിൻ്റെ കുഞ്ഞന്മാരെ കൺഫേമാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് പെയർ. ഇതിൽ ആ ഒരു നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ മറ്റേത് ഫീമെയിലുമാണ്. നല്ല ഒരു ബ്രീഡിംഗ് സെറ്റാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിക്ക് നോക്കി നല്ല അറിവുള്ള കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ്. അതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു 12 മണിക്കൂറിന് മുകളിലോട്ട് കണ്ണും പൂട്ടി നമുക്കിവിടെ പറന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ്. ഇതിൽ ആ ഒരു സബ്ജപ്പുള്ളി ഫീമെയിലും അതുപോലെ തന്നെ സുറുമ മെയിലുമാണ്. നല്ല ലൈനേജിൽ പെട്ട നല്ല 2 ബേഡ്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു 14 മണിക്കൂറിന് മുകളിലോട്ട് നല്ല രീതിക്ക് പറന്നിട്ടുണ്ട്. ഗ്യാരൻറ്റിയാണ്. നാഗർകോവിൽ ലൈനേജ് ബേഡ്സാണ്. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ. അതിൽ കയറ മെയിലും ആ ഒരു സബ്ജ ഫീമെയിലുമാണ്. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇപ്പോൾ എഗ് ചെയ്തിരിക്കുകയാണ് ഈ 2 ബേഡ്സ്. ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു 14 മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കും. ഇനി അഥവാ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. ഇതിൽ വെള്ള മെയിലും അതുപോലെ തന്നെ ശൈലി ഫീമെയിലുമാണ്. 2 പ്രാവുകളും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ്. വെള്ള ചാമ്പ വഴി പ്രാവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു 12 മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറന്നിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 17 മണിക്കൂറിന് മുകളിൽ പറന്നിട്ടുള്ളതാണ്. നാഗർകോവിൽ ലൈൻ ബേഡ്സാണ്. അതുപോലെ തന്നെ കുറുന്ന മെയിലും മറ്റേ ജാക്കിപ്പുള്ളി ഫീമെയിലുമാണ്. നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ ലൈൻ സെറ്റാക്കി വെച്ചേക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. കയറയിൽ മെയിലും അതുപോലെ തന്നെ വെള്ളക്കലങ്ക ഫീമെയിലുമാണ്. നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് സെറ്റാണ്. നല്ല അറിവുള്ള കുഞ്ഞന്മാരെ ഇഷ്ടം പോലെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് എടുത്ത് ആഡ് ചെയ്യാവുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ്. കയറ ഫീമെയിലും അതുപോലെ തന്നെ സബ്ജ മെയിലുമാണ്. ഇത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ പറപ്പിച്ച പ്രാവുകളാണ്. ഫസ്റ്റ് ടൈമാണ് ഇവരെ പെയർ ചെയ്യിക്കുന്നത്. ഇവിടെ ഏകദേശം 11 മണിക്കൂറിന് മുകളിലോട്ട് പറന്ന പ്രാവുകളാണ്. പറത്തി വെട്ടി വെച്ചതാണ്. പിന്നീട് അടുത്ത വർഷം എനിക്ക് ചിറക് കൊടുത്ത് പറത്താൻ സാധിച്ചില്ല. 11 മണിക്കൂർ നമ്മൾ പറന്ന് കണ്ട പ്രാവുകളാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ്. സുറുമ കയറയിലാണ്. നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റാണ്. കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് തന്ന ഒരു ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ്. തലയിൽ വൈറ്റ് ഡോട്ട് കൂടിയ ഫീമെയിലും മറ്റേത് മെയിലുമാണ്. നമുക്ക് നല്ല രീതിക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റിയൊരു പെയറാണ്. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ്. ഒരു കയറ മെയിലും ശൈലി ഫീമെയിലുമാണ്. നാഗർകോവിൽ ലൈൻ ബേഡ്സാണ്. നല്ല രീതിക്ക് കുഞ്ഞന്മാർ പറന്നിട്ടുണ്ട്. ഒരു 16+ കൺഫേം ആയിട്ട് കുഞ്ഞുങ്ങൾ പറക്കും.
കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ്. ഇതിൽ ആ റക്കുള്ള തലയപ്പുള്ളി വന്നിട്ട് ഫീമെയിലും ധാര മെയിലുമാണ്. നല്ല 2 ബേർഡ്സാണ്. ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ബേർഡ്സാണ്. ഇത് വാലിക്കറുപ്പ് ഒരു മെയിലാണ്. നമ്മളിവിടെ പറത്തി വെട്ടിയ പ്രാവാണ്. നിങ്ങൾക്ക് ബ്രീഡിങ്ങിനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം ഒരു 1.5 വയസ്സോളം പ്രായമായിട്ടുള്ള മെയിലാണ്. നല്ലൊരു മെയിലാണ്. നല്ല ലൈനേജ് ഉള്ള ഒരു മെയിൽ ബേർഡാണ്. ഇത് വന്നിട്ട് സബ്ജയിലൊരു മെയിലാണ്. അഡൽട്ട് മെയിലാണ്. ഏകദേശം ഒരു 3-4 വയസ്സ് പ്രായമുള്ള നല്ലൊരു അഡൽട്ട് മെയിലാണ്. ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്നിട്ടുണ്ട്. നല്ലൊരു ലൈനേജിലുള്ള ബേർഡാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 13 മണിക്കൂർ, നല്ലൊരു ഫീമെയിൽ വെച്ചാൽ ഒരു 13 മണിക്കൂറിന് മുകളിലോട്ട് കൺഫേമായിട്ട് പറക്കും. ഇത് ഒരു വാലിക്കറുപ്പിലൊരു ഫീമെയിൽ ബേർഡാണ്. നല്ല റിസൾട്ടുള്ള, നല്ല അറിവും കാര്യങ്ങളും ഉള്ള ഒരു ഫീമെയിൽ ബേർഡാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിൽ ബേർഡാണ്. നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ബേർഡ് തന്നെയാണ്. ഇത് ജാക്കിപ്പുള്ളിയിൽ ഒരു മെയിലാണ്. നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ ഒരുപാട് തന്നിട്ടുള്ള മെയിലാണ്. അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുഞ്ഞുങ്ങൾ ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഫീമെയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞന്മാരെ കൺഫേമായിട്ട് കിട്ടും. ഇത് നമ്മുടെ പുതിയൊരു ബ്രീഡിംഗ് സെറ്റാണ്. കയറ ഫീമെയിലും വെള്ള മെയിലുമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറത്തി വെട്ടിയ 2 പ്രാവുകളാണ്. ഫസ്റ്റ് ടൈമാണ് പെയർ ചെയ്യിക്കുന്നത്. 2 പ്രാവുകളും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ്. നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പെയർ തന്നെയാണ്. ഇത് നമ്മുടെ ഒരു കയറ മെയിലാണ്. നമ്മളിവിടെ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൻ ബേർഡാണ്. നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ ഒരുപാട് തന്നിട്ടുള്ളൊരു മെയിൻ ബേർഡാണ്. കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു 14-15 റേഞ്ചൊക്കെ നല്ല രീതിക്ക് പറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം. ഇത് ചാമ്പ ഫീമെയിലാണ്. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ്. നമുക്കിവിടെ പറത്തിക്കൊണ്ടിരുന്ന പ്രാവാണ്. അതുപോലെ തന്നെ നല്ല കുഞ്ഞന്മാർ തന്നിട്ടുള്ളൊരു ഫീമെയിൽ ബേർഡാണ്. ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു ഫീമെയിലാണ്. അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമുക്കൊരു ടോക്കൺ ഗ്രൂപ്പുണ്ട്. 20 രൂപയാണ് ടോക്കൺ റേറ്റ് വരുന്നത്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ടോക്കൺ ഗ്രൂപ്പിൽ ആഡ് ആവണമെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ അത്യാവശ്യം ഒരു 2-3 സമ്മാനങ്ങൾ നമ്മൾ വെച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് കണ്ട് നോക്കി ഇഷ്ടമുള്ള പ്രാവിനെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.